സോ ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23-ൽ One UI 7-ൻ്റെ ബേട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സാംസങ് സ്റ്റോറിൽ പോയിട്ട് മെമ്പർ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ സാംസങ് സ്റ്റോറിലും നമുക്ക് പോവാം. സാംസങ് സ്റ്റോറിൽ നിന്ന് അടിച്ചെടുക്കുക. ഓക്കെ, സ്റ്റോർ അടിച്ചെടുത്തു. അപ്പോൾ അവിടെ സാംസങ് മെമ്പേഴ്സ് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും, രജിസ്ട്രേഷൻ ഫോർ One UI ബേട്ട പ്രോഗ്രാം S23+/S23 Ultra. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ന്യൂ ഗാലക്സി UX ആൻഡ് ആൻഡ്രോയിഡ് 15 OS ഫോർ S23, S23+/S23 ഇങ്ങനെ കുറേ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജോയിൻ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻറോൾ കൊടുക്കുക. എൻറോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് യു ഹാവ് എൻറോൾ ഇൻ ദ One UI ബേട്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് One UI 7-ൻ്റെ ബേട്ട വെർഷൻ വരുന്നതായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് One UI 7 യൂസ് ചെയ്യുക ഈ ഫോണിൽ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. നീ നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോവുക. അപ്പോൾ അവിടെ കാണാല്ലേ ഒരു നോട്ടിഫിക്കേഷൻ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ആവും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും One UI 7 ബേട്ട. വെൽക്കം ടു One UI 7 ബേട്ട. യുവർ ചാൻസ് ടു ഗെറ്റ് സ്നീക്ക് പീക്ക് അറ്റ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് One UI ആൻഡ്രോയിഡ് 15 One UI 7 കംസ് വിത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോക്കാന്ന് വെച്ചാൽ 4G ഇവിടെ മേലെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ നോക്കാന്ന് വെച്ചാൽ 1 March 2025. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ കാണാം, വേർഷൻ നമ്പർ കാണാം, ഇതൊക്കെ കാണാം നമുക്ക്. പിന്നെ ആപ്പ് അപ്ഡേറ്റ്സിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനൊക്കെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതേമാതിരി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് ഇവിടെ നമുക്ക് വായിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ One UI 7 ബേട്ടയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യണ്ട, സ്റ്റേബിൾ വെർഷൻ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്, ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്